Welcome to BSc Main Physics class. BSc Main third year, semester 5, paper 4, Atomic and Molecular Physics. We are continuing vector atom model unit 1, and today this is class number 11, orbital and spin magnetic moments. Orbital and spin magnetic moments. Paper 4, Atomic and Molecular Physics, BSc Main Physics. You look here. Magnetic moment of orbital electrons. Magnetic moment of orbital electrons. നമുക്കറിയാം ആറ്റത്തിൽ പ്രത്യേകം ഓർബിറ്റുകളാണ്. ആ ഓർബിറ്റുകൾ ഇലക്ട്രോൺസ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ഇവ എല്ലാം ഈ ഇലക്ട്രോൺ മോഷൻ ശരിക്കും ഒരു കറണ്ട് ലൂപ്പാണ്. കറണ്ട് ലൂപ്പ് ഒരു മാഗ്നറ്റായി പ്രവർത്തിക്കും. എല്ലാ ഈ ഓർബിറ്റ് ഇലക്ട്രോണിനും പ്രത്യേക മാഗ്നറ്റിക് മൊമെന്റ് ഉണ്ട്, അല്ലെങ്കിൽ ആറ്റം ആസ് എ ഹോൾ ഒരു മാഗ്നറ്റായിട്ട് മാറും. അപ്പോൾ രണ്ട് മൊമെന്റാണ് ഇതിൽ ഉള്ളത് എന്നാണ് പറയുന്നത്. അറ്റോമിക് മാഗ്നറ്റിന് ആറ്റത്തിന് ഇലക്ട്രോണിൻ്റെ ഓർബിറ്റൽ മോഷൻ സ്പിൻ മോഷൻ മൂലം രണ്ട് മാഗ്നറ്റിക് മൊമെൻ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. ആ രണ്ട് മൊമെൻ്റ് ഏതൊക്കെയാണ്, മാഗ്നറ്റിക് മൊമെൻ്റ് ഏതൊക്കെയാണ് എന്നാണ് ഡിസ്കസ് ചെയ്യുക. മാഗ്നറ്റിക് മൊമെൻ്റ് ഓഫ് ഓർബിറ്റ് ഇലക്ട്രോൺസ്. ഇലക്ട്രോൺ റിവോൾവിംഗ് ഇൻ ആൻ ഓർബിറ്റ് ഓഫ് ആൻ ആറ്റം ഹാസ് ടു മോഷൻസ്, നെയ്മലി ഓർബിറ്റൽ മോഷൻ ആൻഡ് സ്പിൻ മോഷൻ. ദീസ് മോഷൻസ് ഗീവ് റൈസ് ടു two magnetic moments. Electrons revolving in an orbit of an atom has two motions, namely orbital motion and spin motion. These moments give rise to two magnetic moments. ഒരു ഓർബിറ്റിലൂടെ കറങ്ങുന്ന ഇലക്ട്രോണിന് രണ്ട് തരം മോഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. ഒന്ന് ഓർബിറ്റൽ മോഷൻ, അതിൻ്റെ റെവല്യൂഷൻ എന്ന് പറയും. രണ്ടാമത്തത് സ്പിൻ മോഷൻ, അതിൻ്റെ റൊട്ടേഷൻ, സ്വന്തം ആക്സിൽ കറങ്ങുന്ന ആ മോഷനെ റൊട്ടേഷൻ സ്പിൻ മോഷൻ എന്ന് പറയും. ഇപ്പോൾ ഓർബിറ്റൽ മോഷൻ, സ്പിൻ മോഷൻ എന്നിങ്ങനെ രണ്ട് തരത്തിലുള്ള മോഷൻ ഇലക്ട്രോൺസിനുണ്ട് ആറ്റത്തിൽ, അറ്റോമിക് ഓർബിറ്റിൽ. ആ ഒന്നാമത്തെ മാഗ്നറ്റിക് മൊമെന്റ് നമ്മൾ പറയുകയാണ്. ഒന്നാമത്തെ മാഗ്നറ്റിക് മൊമെന്റിനെ നമ്മൾ ഓർബിറ്റൽ മാഗ്നറ്റിക് മൊമെന്റ് എന്ന് പറയും. അതിൻ്റെ സിമ്പൽ μL ആണ്. ഓർബിറ്റൽ മാഗ്നറ്റിക് മൊമെന്റ് ഓഫ് ആറ്റം, ഓർബിറ്റൽ മാഗ്നറ്റിക് മൊമെന്റ് ഓഫ് ഇലക്ട്രോൺ ഇൻ ആൻ ആറ്റം. അപ്പം അതിൻ്റെ സിമ്പൽ μL ആണ്. ഇത് ഇലക്ട്രോൺ റിവോൾവിംഗ് ഇൻ ദ ഓർബിറ്റ് is equivalent to a circular current or current loop which gives rise to orbital magnetic moment μL. The electron revolving in the orbit is equivalent to a circular current which gives rise to orbital magnetic moment. ഒരു ഓർബിറ്റിൽ കറങ്ങുന്ന ഇലക്ട്രോൺ ഒരു സർക്കുലർ കറണ്ട് തുല്യമാണ്, അല്ലെങ്കിൽ ഒരു കറണ്ട് ലൂപ്പിന് തുല്യമാണ്. കറണ്ട് ലൂപ്പിന് മാഗ്നറ്റിക് മൊമെന്റ് ഉണ്ടെന്ന് നമുക്കറിയാം, I/A കറണ്ടിൻ്റെ ഏരിയ. അത് കണക്ക് കൂട്ടിയാൽ നമുക്ക് μL കിട്ടും. ആ μLൻ്റെ വാല്യൂ ആഫ്റ്റർ കാൽക്കുലേഷൻ കിട്ടുന്നതാണ് EH/4πm. μL = EH/4πm. അതിന് മിനിമം വാല്യൂ ആണ്. ഓർബിറ്റൽ മാഗ്നറ്റിക് മൊമെൻറ്റിൻ്റെ ഏറ്റവും കുറഞ്ഞ വാല്യൂ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, EH/4πm. ഈ ഇലക്ട്രോണിക് ചാർജാണ് H പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്, എ മാസ് ഓഫ് ഇലക്ട്രോൺ, J(T⁻⁻1) എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിയുടെ യൂണിറ്റാണ്, മാഗ്നറ്റിക് മൊമെൻറ്റിൻ്റെ യൂണിറ്റാണ്. ടെസ്ലയാണ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി യൂണിറ്റ്. അപ്പോൾ J(T⁻⁻1) എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അത് ആംപിയർ മീറ്റർ സ്ക്വയർ തുല്യമാണ്. ആംപിയർ മീറ്റർ സ്ക്വയർ തുല്യമാണ്. ജൂൾ ടെസ്ല((-1) എന്ന് പറയും. അത് മാഗ്നറ്റിക് ഓർബിറ്റൽ മാഗ്നറ്റിക് മൊമെന്റിന് തുല്യമാണ്. ഓർബിറ്റൽ മാഗ്നറ്റിക് മൊമെന്റ് ആണ് μL എന്ന് പറയുന്നത്. ഇലക്ട്രോണിൻ്റെ ഏറ്റവും കുറഞ്ഞ വാല്യൂ ആണത്. അപ്പോൾ അതിൻ്റെ കാൽക്കുലേഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഒരു ചെറിയ കാൽക്കുലേഷൻ കൊടുത്തിട്ടുണ്ട്. കാൽക്കുലേഷൻ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് കരുതണമെന്നില്ല, ഷോർട്ട് ആൻസറായിട്ട് ചോദിക്കുകയാണെങ്കിൽ. അപ്പോൾ ഇലക്ട്രോൺ മോഷൻ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുകയാണ് പടത്തിൽ. ആ ചെറിയ പടത്തിൽ ഇലക്ട്രോൺ അതൊരു കറണ്ട് ലൂപ്പായിട്ട് മാറും. ഇലക്ട്രോൺ മോഷൻ ഒരു സർക്കുലർ കറണ്ടാണ്, കറണ്ട് ലൂപ്പാണ്. ആ കറണ്ട് ലൂപ്പിൻ്റെ ഇക്വേഷൻ നമുക്കറിയാമല്ലോ, മാഗ്നറ്റിക് മൊമെൻറ്റ് I/A കറണ്ടിൻ്റെ ഏരിയ. ഇതിൽ നിന്ന് ഒരു യൂണിറ്റ് കിട്ടും. കറണ്ടിൻ്റെ യൂണിറ്റ് ആംപിയറാണ്, ഏരിയയുടെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ ആംപിയർ മീറ്റർ സ്ക്വയർ എന്ന് പറയുന്നത് ഈ മാഗ്നറ്റിക് മൊമെൻറ്റിൻ്റെ ഒരു യൂണിറ്റാണ്. മാഗ്നറ്റിക് മൊമെൻ്റ് യൂണിറ്റാണ് ആംപിയർ മീറ്റർ സ്ക്വയർ. അത് കിട്ടുന്നത് μL = IA എന്നുള്ള ഡെഫിനിഷൻ പ്രകാരമാണ്. ഇനി നമ്മൾ ഈ കറണ്ട് കാണുന്നത് ഒരു റെവല്യൂഷൻ മാത്രം എടുക്കുക, ആ ഇലക്ട്രോണിൻ്റെ ഒരു മോഷൻ മാത്രം എടുക്കുക.
അപ്പോൾ അതിനുള്ള സമയമാണ് പീരീഡ് എന്ന് പറയുന്നത്. ഇലക്ട്രോൺ കറങ്ങുമ്പോൾ ഒരു ഇലക്ട്രോണിക് ചാർജാണ് കറങ്ങുന്നത് ഇ. അപ്പോൾ കറണ്ട് നമുക്ക് E/T എന്ന് പറയാം. E/T, അതായത് ചാർജ് ബൈ ടൈം ആണല്ലോ കറണ്ട് ഫോർ വൺ മോഷൻ. E/T ഇൻറ്റു ഏരിയ, സർക്കുലർ ഏരിയ πr² ആണ്. ആറാണ് ആ സർക്കിളിൻ്റെ റേഡിയസ് എന്ന് വിചാരിച്ചാൽ. ദാറ്റ് ഈസ് E/, എന്താണ് T എന്ന് പറഞ്ഞാൽ പീരീഡ്, അത് 2πr/v ആണ്. അതായത് ഒന്ന് കറങ്ങാനുള്ള ടൈമിനെ നമ്മൾ 2πr/v എന്ന് പറയും. v വെലോസിറ്റിയാണ്. 2πr അതിൻ്റെ സർക്കംഫറൻസ്, S/v/t ആണെന്നുള്ള ഇക്വേഷൻ കൊടുത്തതാണ്. ഇൻറ്റു πr². ഇവിടെ ചില ടേം വെട്ടിപ്പോയിട്ട്, അല്ലെങ്കിൽ EV/2πr അടുത്തതിലാണ് വെട്ടിപ്പോയി. 2πr × πr². അപ്പോൾ ഇവിടെ പൈ ക്യാൻസൽ ചെയ്തിട്ട് ഒരു 6 ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് EVR/2 എന്ന് കിട്ടും. അപ്പോൾ ഓർബിറ്റൽ മാഗ്നറ്റിക് മൊമെൻറ്റിൻ്റെ ഒരു ഇക്വേഷനാണ് EVR/2. EV ഈ ഇലക്ട്രോണിക് ചാർജ്, V വെലോസിറ്റി, R റേഡിയസ് ഓഫ് ദി സർക്കുലർ പാത്ത്. അത് വീണ്ടും നമ്മളൊന്ന് മോഡിഫൈ ചെയ്ത് കൊടുക്കുകയാണ്. ദാറ്റ് ഈസ് μL ഈസ് mvr × E/2r. നമ്മൾ എം കൊണ്ട് താഴെ മുകളിൽ ഗുണിച്ചിട്ട് നമ്മൾ mvr × E/2 എന്ന് എഴുതിയിട്ടുണ്ട്. എം വെട്ടിപ്പ് കഴിഞ്ഞാൽ EVR/2 തന്നെ കിട്ടും. mvr-ന് L എന്നാണ് പറയുന്നത്, ആംഗുലാർ മൊമെൻറ്റം എന്നാണ് പറയുന്നത്. അപ്പോൾ E/2 × L എന്ന് പറയും. എല്ലിൻ്റെ ഏറ്റവും കുറഞ്ഞ വാല്യൂ h/2π ആണ്. ഏറ്റവും കുറവ് വാല്യൂ h/2π, മിനിമം വാല്യൂ. അപ്പോൾ നമ്മൾ പറയും E/2 × h/2π. അങ്ങനെയാണ് EH/4πm എന്ന് കിട്ടുന്നത്. μL ഈസ് ഈക്വൽ ടു EH/4πm. EH/4πm എന്ന് കിട്ടും. അതാണ് അതിൻ്റെ ഉത്തരം. ഈ രണ്ടാമത്തെ മാഗ്നറ്റിക് മൊമെൻറ്റിനെ നമ്മൾ സ്പിൻ മാഗ്നറ്റിക് മൊമെൻറ്റ് എന്ന് പറയും. സ്പിൻ മാഗ്നറ്റിക് മൊമെൻറ്റ്. അപ്പം അത് ഇലക്ട്രോണിൻ്റെ സ്പിൻ റൊട്ടേഷൻ, സ്പിൻ മോഷൻ. സ്പിൻ മോഷൻ എന്ന് പറഞ്ഞാൽ സ്വന്തം ആക്സിൽ കറങ്ങുന്നതിനെയാണ് നമ്മൾ സ്പിൻ മോഷൻ എന്ന് വിളിക്കുന്നത്. ഇൻ അഡീഷൻ ടു ഓർബിറ്റൽ മോഷൻ, ഇലക്ട്രോൺ ഹാസ് സ്പിൻ മോഷൻ. സ്പിൻ മാഗ്നറ്റിക് മൊമെൻറ്റ് ഈസ് E/m × S വെക്ടർ, ക്യാപിറ്റൽ S വെക്ടർ. ക്യാപിറ്റൽ S വെക്ടറിനെ നമ്മൾ സ്പിൻ ആംഗുലാർ മൊമെൻറ്റം എന്ന് വിളിക്കും. E/m × S വെക്ടർ. S വെക്ടർ ഈസ് കോൾഡ് സ്പിൻ ആംഗുലാർ മൊമെൻറ്റം. Therefore, E/m × S vector. S vector is smallest in S/2π. Spin coordinate number into S/2π. Half into S/2π. Half into S/2π. So we get EH/4πm. Our spin magnetic moment is also EH/4πm, which is same as minimum value of orbital magnetic moment. The spin magnetic moment μs is equal to EH/4πm, which is also equal to the minimum value of orbital magnetic moment. അപ്പോൾ ഇത് രണ്ടും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വരുന്ന മറ്റൊരു ചോദ്യമാണ് ജൈറോമാഗ്നറ്റിക് റേഷ്യോ ഓഫ് ഇലക്ട്രോൺ. ജൈറോമാഗ്നറ്റിക് റേഷ്യോ ഓഫ് ഇലക്ട്രോൺ, രണ്ട് ജൈറോമാഗ്നറ്റിക് റേഷ്യോ എന്നുണ്ട്. ജൈറോ മീൻസ് റൊട്ടേഷൻ. ഇപ്പോൾ റൊട്ടേഷൻ മൂലം, ഇലക്ട്രോണിൻ്റെ റൊട്ടേഷൻ മൂലം അല്ലെങ്കിൽ സ്പിൻ മോഷൻ മൂലം ഉണ്ടാകുന്ന മാഗ്നറ്റിക് മൊമെൻറ്റുണ്ട്. അത് വെച്ച് ഒരു റേഷ്യോ നമ്മൾ ഡിഫൈൻ ചെയ്യും. ആ റേഷ്യോയെ വിളിക്കുന്ന പേരാണ് ജൈറോമാഗ്നറ്റിക് റേഷ്യോ അല്ലെങ്കിൽ റേഷ്യോസ്. രണ്ടെണ്ണം ഉണ്ട്. ഇലക്ട്രോൺ ഹാസ് 2 ജൈറോമാഗ്നറ്റിക് റേഷ്യോസ്. നെയിമിലി 1 സ്പിൻ ജൈറോമാഗ്നറ്റിക് റേഷ്യോ, അതിനെ നമ്മൾ GS എന്ന് പറയും. നമ്പർ 2 ഓർബിറ്റൽ ജൈറോമാഗ്നറ്റിക് റേഷ്യോ, അതിനെ GL എന്ന് പറയും. There are 2 gyromagnetic ratios for the electron in an atom, and one is called spin gyromagnetic ratio and other is orbital gyromagnetic ratio. That is GS and GL. What is spin gyromagnetic ratio? Spin gyromagnetic ratio, GS. It is given by GS is equal to μs by ms. μs by ms എന്ന് പറയും. ms-നെ എസ് എന്ന് പറയാം. ms-നെ വിളിക്കുന്ന പേരാണ് സ്പിൻ ആംഗുലാർ മൊമെൻറ്റ്. അതിന് ചിലപ്പോൾ ക്യാപിറ്റൽ എസ് എന്ന് സിമ്പിൾ കൊടുക്കാറുണ്ട്. ഇപ്പോൾ μs by ms, മ്യൂസ് സ്പിൻ മാഗ്നറ്റിക് മൊമെൻറ്റ്, ms സ്പിൻ ആംഗുലാർ മൊമെൻറ്റം. വേർ ms ഈസ് എ സ്പിൻ ആംഗുലാർ മൊമെൻറ്റം. ക്യാപിറ്റൽ എസ് വെക്ടർ എന്ന് എഴുതാറുണ്ട് അതിന്. ദാറ്റ് ഈസ് മ്യൂസ് ഈസ് ms is equal ms is equal to s into h/2π spin angular momentum. That is half into h/2π h/4π. Therefore, GS is equal to μs by ms is equal to h/4πm. That is the value of μs by h/4π.
which is ms, spin angular momentum. Cancelling terms, we get gs is equal to E by m. gs is equal to E by m. E by m is electron charge mass ratio. So the spin diagrammatic ratio is E by m, which is equal to specific charge of electron. Specific charge of electron, or it is also called spin electron charge mass ratio. Electron charge mass ratio equal to 1.76 into 10 raised to 11 coulomb per kg. That we write as GS. GS is called spin diagrammatic ratio. Then there is a better way to represent spin diagrammatic ratio. There is a better way. And that way is GS we write as GS star into E by 2m. GS star into E by 2m. That is 2 into E by 2m. GS star we take as 2. GS star we take as 2. If we put a 2 there, we get E by m. So GS can be also written as GS star into E by 2m, where GS star is equal to 2. Next is orbital diagrammatic ratio. Orbital diagrammatic ratio. That is GL. GL is equal to mu L by ML. That is orbital magnetic moment by orbital angular momentum. Each by 4 pi m by h by 2 pi. The minimum value of angular momentum is h by 2 pi. There the term will cancel and we get E by 2m, half of electron charge mass ratio. In orbital magnetic moment, GL is E by 2m, half of electron charge mass ratio. And this we write in a modified form as GL is equal to GL star into E by 2m, where GL star stands for 1. 1 by 2, equation 1 by 2. GS by GL equal to E by m by E by 2m is equal to 2. That is GS is equal to 2GL. GS 2 ആണ്, GL 1 ആണ്. അതുകൊണ്ട് നമുക്ക് എഴുതാം GS is equal to 2GL. The spin diagrammatic ratio is twice the orbital diagrammatic ratio. അപ്പോൾ രണ്ട് diagrammatic ratio ഉണ്ട് ഇലക്ട്രോണിന്. ഒന്ന് GS, രണ്ടാമത് GL. GSനെ വിളിക്കുന്ന പേരാണ് സ്പിൻ diagrammatic ratio. GLനെ ഓർബിറ്റൽ diagrammatic ratio. GS രണ്ടായിട്ട് എടുത്തു കഴിഞ്ഞാൽ, രണ്ടാണെങ്കിൽ GL 1 ആയിരിക്കും. GSനെ നമുക്ക് 2 into GL എന്ന് അതുകൊണ്ട് എഴുതാവുന്നതാണ്. അപ്പോൾ ആ കാര്യമാണ് ഇവിടെ നമ്മൾ പറയുന്നത്. That is spin diagrammatic ratio is twice orbital diagrammatic ratio. Spin gyromagnetic ratio is twice the orbital diagrammatic ratio, and the question may be like this. Show that the spin diagrammatic ratio is twice the orbital diagrammatic ratio. You need only write the above answer. There is a question. Calculate the spin diagrammatic ratio of electron. Electronന്റെ spin diagrammatic ratio calculate ചെയ്യുക. വളരെ സിമ്പിളാണ്. GS is E by m. ഇയുടെ വാല്യൂ കൊടുക്കുക, എമ്മിൻ്റെ വാല്യൂ കൊടുക്കുക. എന്താണ് ഇയുടെ വാല്യൂ? 1.6 into 10 raised to minus 19 കൂളം. എന്താണ് എമ്മിൻ്റെ വാല്യൂ? 9.1 into 10 raised to minus 31 kilogram. To find GS, we use the equation E by m. The value of E is 1.6 into 10 raised to minus 19 coulomb. Mass of electron M is equal to 9.1 into 10 raised to minus 31 kilogram. Put the value and evaluate. We get GS is equal to 1.76 into 10 raised to 11 coulomb per kg, which is equal to electron charge mass ratio. Specific charge of electron. Electron charge mass ratio is called specific charge of electron. Then there is an important term that we call as Bohr magnetone. Bohr magnetone is a very important short answer for your atomic physics and also for your nuclear physics. That is for final semester. Bohr magnetone. Bohr magnetone is a very important unit
ഇറ്റ് ഹാസ് എ വാല്യൂ ദ ക്വാണ്ടിറ്റി EH by 4πm, അതായത് മ്യൂസിന് തുല്യം അല്ലെങ്കിൽ മ്യൂവിൻ്റെ മിനിമം വാല്യൂ കോമൺ ആയിട്ട് നമ്മൾ മ്യൂ ബി എന്ന് കൊടുക്കുകയാണ്. മ്യൂ ബി സഫിക്സ് ആണ്. ദ ക്വാണ്ടിറ്റി EH by 4πm ഈസ് മ്യൂ ബി ഈസ് കോൾഡ് ബോർ മാഗ്നറ്റോൺ. അപ്പോൾ EH by 4πm എന്നുള്ള സംഖ്യയെ വിളിക്കുന്ന പേരാണ് ബോർ മാഗ്നറ്റോൺ. ഇറ്റ് ഈസ് കോൾഡ് ബോർ മാഗ്നറ്റോൺ. ഇറ്റ് ഈസ് ദി നാച്ചുറൽ യൂണിറ്റ് ഓഫ് അറ്റോമിക് മാഗ്നറ്റിക് മൊമെൻറ്റ്. ആറ്റമുകളുടെ മാഗ്നറ്റിക് മൊമെൻറ്റുകളെ സൂചിപ്പിക്കാൻ ഉള്ള യൂണിറ്റാണ് ബോർ മാഗ്നറ്റോൺ. ഇലക്ട്രോൺ മോഷൻ മൂലം ആറ്റമിന് കിട്ടുന്ന മാഗ്നറ്റിക് മൊമെൻറ്റുകളെ റെപ്രസെൻ്റ് ചെയ്യാനുള്ള യൂണിറ്റാണ് ബോർ മാഗ്നറ്റോൺ. ഇറ്റ് ഇസ് ദ നാച്ചുറൽ യൂണിറ്റ് ഓഫ് മാഗ്നറ്റിക് മൊമെൻറ്റ് ഓഫ് ആറ്റംസ്. We have electron spin magnetic ratio mu S is EH by 4πm, which is equal to mu B. അപ്പോൾ മ്യൂസ് മ്യൂ ബിക്ക് തുല്യമാണ്. മ്യൂവിനും തുല്യമാകും മിനിമം വാല്യൂ ആകുമ്പോൾ, എൽ വാല്യൂ 1 ആകുമ്പോൾ. Therefore, magnitude of the spin magnetic moment of electron is equal to Bohr magneton. The magnitude of the spin magnetic moment of electron is equal to Bohr magneton. It is the lowest value of orbital magnetic moment. Orbital magnetic momentന്റെ ഏറ്റവും ചെറിയ വാല്യൂ കൂടിയാണ് ബോർ മാഗ്നറ്റോൺ. ബോർ മാഗ്നറ്റോൺ ഈസ് 9.27 into 10 raised to minus 24 Joule Tesla raised to minus 1. Mu B is 9.27 or 9.3 you can study. 9.27 into 10 raised to minus 24 Joule Tesla raised to minus 1. അല്ലെങ്കിൽ പറയാൻ നിയർലി 10 raised to minus 23. ഈ 9.27 10ഓളം വരുമല്ലോ ഏകദേശം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ 10 raised to minus 23 വരും. അപ്പോൾ മ്യൂ ബിയുടെ ഓർഡർ 10 raised to minus 23 ആണ്. എക്സാക്ട് വാല്യൂ മ്യൂ ബി ഈസ് ഈക്വൽ ടു 9.27 into 10 raised to minus 24 Joule Tesla raised to minus 1. അപ്പോൾ ഇത് വെച്ച് ഒരു പ്രോബ്ലം ഉണ്ട്. കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് E by m ഇലക്ട്രോൺ ചാർജ് മാസ് റേഷ്യോ ഗിവൺ ദാറ്റ് ബോർ മാഗ്നറ്റോൺ മ്യൂ ബി ഈസ് ഈക്വൽ ടു 9.27 into 10 raised to minus 24 Joule Tesla raised to minus 1. അപ്പോൾ ബോർ മാഗ്നറ്റോൺ തന്നിരിക്കുകയാണ്. ഇലക്ട്രോൺ ചാർജ് മാസ് റേഷ്യോ കണ്ടുപിടിക്കാനാണ്. Mu B is EH by 4πm. Therefore, E by m cross multiplying. E by m is equal to 4 pi into mu B by H. You put the values in the respective places. We get 4 into 3.14 into 9.27 into 10 raised to minus 24 by 6.63 into 10 raised to minus 34. It is equal to answer 1.76 into 10 raised to 11 coulomb per kg. That is electron charge mass ratio. We calculated it from Bohr magneton definition. That is all with your 11th lecture on atomic and molecular physics. Thank you very much.